കുറേ നാളായിട്ടുള്ള ദീപുവിൻ്റെ ഒരു ആഗ്രഹമാണ്. അപ്പോൾ അത് നമ്മൾ സാധിച്ചു കൊടുക്കണ്ടേ, അതിനാണ് ഈ യാത്ര. എവിടേക്ക് പോണ നീ എറണാകുളം കണ്ടിട്ടുണ്ടല്ലോ കുറേ പ്രാവശ്യം. കൊച്ചിയിലേക്കായാലും കൊയിലാണ്ടിക്കായാലും ബ്രേക്ക്ഫാസ്റ്റിലാണ്ട് ഒരു പരിപാടി ഇല്ല കേട്ടോ. അങ്ങനെ അപ്പം മുട്ടക്കറിയും പിന്നെ പൂരി മസാലയും പറഞ്ഞു. ഞാനും അമ്മ പൂരിയൊക്കെ കഴിച്ചേട്ടാ. ആദ്യത്തെ പീസ് വായിലേക്ക് വെച്ചപ്പോഴേക്കും നല്ല മുളക് ഒരെണ്ണം കിട്ടി. നല്ലൊരു എൻ്റെ അമ്മ പൂരി മസാല നല്ല നാടൻ വണ്ണം. ഫുഡ് അടി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം ദീപുവിന് ധ്യാനിക്കണം. അങ്ങനെ കാറൊക്കെ കുറച്ച് ദൂരെ പാർക്ക് ചെയ്ത് ദീപുവിനെ വിളിച്ചുണർത്തി ഞങ്ങളിപ്പോൾ വാട്ടർ മെട്രോ കാണാനാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ആദ്യമായിട്ടാണ് ഞങ്ങളിങ്ങനെ 4 പേര് ഒരു ഓട്ടോയിൽ. ഞങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ വാട്ടർ മെട്രോയിൽ കയറുന്നത്. ഈ വാട്ടർ മെട്രോൻ്റെ പല വീഡിയോസും പല വ്ളോഗിലും ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും നേരിട്ട് അനുഭവിക്കുക എന്ന് പറയുന്നത് വേറെ ലെവൽ എക്സ്പീരിയൻസ് ആട്ടെ. ഇതിൻ്റെ വിൻഡോ വളരെ വലുതാണ്. അതിലൂടെ കിട്ടുന്ന ഒരു വിഷ്വൽസിൻ്റെ ഒരു പൂർണ്ണത എന്ന് പറയില്ലേ. ഈ പോൾഗാട്ടി പാലസ് ആയിക്കോട്ടെ, ഈ ചരക്ക് കപ്പലായിക്കോട്ടെ, ഇതൊക്കെ നമ്മൾ ശരിക്കും എന്താ പറയുക, ഒരു കായൽ പരപ്പിലൂടെ തെന്നി നീങ്ങുമ്പോൾ നമ്മൾ നേരിട്ട് കാണുന്ന പോലെ, അതായത് അത്രയും മനോഹരമായിട്ടുള്ള വിഷ്വൽസാണ് ഇതിൽ കൂടെ നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഈ കൊച്ചു തോണികൾ പോകുന്ന വിഷ്വൽസൊക്കെ എത്ര മനോഹരമാണ്. സമയം പോകുന്ന അറിയുന്നേ ഇല്ല. പെട്ടെന്ന് തന്നെ വൈപ്പിൻകരയിൽ എത്തിയ പോലെ തോന്നി. വൈപ്പിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ചെറുപ്പത്തിൽ ഡാഡിയുടെ കൂടെ ആദ്യമായിട്ടൊരു ട്രിപ്പ് വരുന്നത് ഈ വൈപ്പിലേക്കാണ്. ഇവിടെ നിന്ന് അക്കരയ്ക്ക് പോയതാണ് ഞങ്ങളുടെ ആദ്യത്തെ ബോട്ട് യാത്ര. സത്യം പറയാലോ, ഇവിടെ എത്തിയപ്പോൾ ഡാഡിയുടെ ഓർമ്മകൾ ഇങ്ങനെ ശരിക്കും ഡാഡിനെ മിസ് ചെയ്യണ പോലെ തോന്നി. അധിക നേരമൊന്നും അവിടെ സ്പെൻഡ് ചെയ്തില്ല. അടുത്തൊരു ബോട്ട് വന്നപ്പോൾ തന്നെ ഞങ്ങൾ അക്കരയ്ക്ക് തിരിച്ച് കയറി. ഇപ്പം ഞങ്ങൾ കയറിയ വാട്ടർ മെട്രോയിൽ കുറച്ചുകൂടി തണുപ്പ് ഫീൽ ചെയ്തിട്ടാ. ദീപുവിന് ഭയങ്കര സന്തോഷമായി. ശരിക്കും പറഞ്ഞാൽ വളരെ ഹാപ്പി ആക്കുന്ന, നമ്മളുടെ മൂഡ് മാറ്റുന്ന അതിഗംഭീരമായിട്ടുള്ളൊരു എക്സ്പീരിയൻസാണ് വാട്ടർ മെട്രോ. ഈ തോണികളൊക്കെ ഇങ്ങനെ പോകുന്ന നമ്മൾ എത്ര കണ്ടാലും നമുക്ക് മടുക്കുന്നില്ല. ഞാൻ അതുകൊണ്ടാണ് ഇതിങ്ങനെ വീണ്ടും വീണ്ടും ഷൂട്ട് ചെയ്യാൻ എനിക്ക് തോന്നുന്നത് കേട്ടോ. 20 രൂപയാണ് ഒരു സൈഡിലേക്കുള്ള ചാർജ്. 20 രൂപയ്ക്ക് ഇത്രയും നല്ലൊരു അനുഭവം വേറെ ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള കൊച്ചി മെട്രോയുടെ ഈ ബോട്ട് സർവീസ് ഉണ്ടല്ലോ, അത് കൊച്ചിക്കാർക്ക് മാത്രമല്ല നമ്മൾ ഓരോ മലയാളികൾക്കും അഭിമാനിക്കാവുന്ന ഒന്ന് തന്നെയാണ്. അമ്മയും ദീപവും വളരെ ഹാപ്പി ആയിട്ട് അവർ ഓരോ കാഴ്ചകളും നല്ല കൗതുകത്തോടെ കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ മനോഹരമായിട്ടുള്ള ഈ വാട്ടർ മെട്രോ യാത്ര കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഹൈക്കോർട്ട് ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഫുഡ് അടിക്കണം. അതിനു മുമ്പ് കുറച്ച് നേരം മറൈൻ ഡ്രൈവിൽ റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. ഈ ബോട്ടൊക്കെ ഉണ്ടല്ലോ, ഇത് കടൽ വരെ പോകുന്ന പറഞ്ഞു കേട്ടാ. നല്ല കാറ്റൊക്കെ ഉള്ള ഒരു മരത്താണല്ലേ, അങ്ങനെ സുഖമായിട്ട് കുറച്ച് നേരം വിശ്രമിക്കാമെന്ന് വിചാരിച്ചു. വിശക്കുണ്ടോ? ഞങ്ങളെല്ലാവർക്കും വിശക്കുണ്ട്. അതിനു മുമ്പ് ഈ ഒരു പാലത്തിൽ കയറി 2 ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. നല്ല നട്ടപ്പുറ വെയിലായതുകൊണ്ടേ ഫോട്ടോ എടുക്കാൻ പറ്റിയ ടൈമാണ്. വേഗം തന്നെ ഇറങ്ങി. എന്നിട്ട് കാറ് പാർക്ക് ചെയ്തുള്ള സൈഡ് ഉണ്ടല്ലോ, അവിടെ അടുത്ത് വല്ല റെസ്റ്റോറൻറ്റ് ഉണ്ടോ നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയൊക്കെ ഹോട്ടൽ അന്നപൂർണ വെജിറ്റേറിയൻ എന്ന് പറഞ്ഞിട്ട് റെസ്റ്റോറൻറ്റ് കണ്ടു കേട്ടോ. അവിടെ നല്ല തിരക്ക്. എന്തായാലും പെട്ടെന്ന് തന്നെ സീറ്റ് ഒപ്പിച്ചു. സദ്യയാണ് ഇവിടെ, വാഴയിലാണ് വിളമ്പണത്. ഞങ്ങൾ ടോക്കണൊക്കെ എടുത്തിരുന്നു.
ദീപയ്ക്ക് എനിക്ക് പച്ചരിച്ചോറും അമ്മയ്ക്ക് ശ്രീരാജനും കുത്തിരിച്ചോറും സാമ്പാറൊക്കെ കൂട്ടി ഒരു പിടി പിടിച്ചപ്പോൾ തന്നെ എൻ്റെ സെലക്ഷൻ ഒട്ടും മോശമായില്ല എന്ന് മനസ്സിലായി. നല്ല അടിപൊളി സാമ്പാർ അല്ലേ? നല്ല കിടിലനുമാണ്. ഇപ്പോൾ വാരി വാരി അടിക്കേണ്ടിയിരുന്നു. അങ്ങനെ പപ്പടവും കറികളൊക്കെ കൂട്ടി നല്ല ഉഷാറ് ഊണ് കഴിച്ചു, പായസമൊക്കെ കുടിച്ച് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി. പണ്ട് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ ടൂർ വന്നുള്ളൊരു സ്പോട്ടാണ് തൃപ്പൂണിത്തുറ പാലസ്. അപ്പോൾ അതൊന്ന് കാണാമെന്ന് വിചാരിച്ചു. പാലസിൽ ചെന്നപ്പോഴാണ് മനസ്സിലായത് ഒടുക്കത്തെ ചാർജാണ് അവിടെ ഷൂട്ട് ചെയ്യാൻ. 2000 രൂപയാണ് ഷൂട്ട് ചെയ്യാനുള്ള ടിക്കറ്റിൻ്റെ ചാർജ്. മാത്രമല്ല ടിക്കറ്റ് എടുത്താലും പല സ്ഥലത്തും ഷൂട്ട് ചെയ്യാൻ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ സാധാരണ ടിക്കറ്റ് മതിയെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ഈ ചരിത്ര വിദ്യാർത്ഥികൾക്ക് വേണ്ട ഒരുപാട് കാര്യങ്ങൾ ഈ പാലസിലുണ്ട് കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷെ ഉള്ള സത്യം പറയാലോ, നമ്മളപ്പോൾ ഉള്ള ആൾക്കാർക്ക് കയറി ഇറങ്ങാന്ന് വെച്ചാൽ ഒരുപാട് പടികളുമുണ്ട്, നല്ല ചൂടും. നമ്മുടെ മണിച്ചിറത്താഴ് സിനിമയിലെ ചില ഭാഗങ്ങളൊക്കെ ഇവിടെയാണ് ഷൂട്ട് ചെയ്തത്. ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ കിട്ടാത്തതുകൊണ്ടേ ചെറിയ കുറച്ച് വിഷ്വൽസേ ഞാൻ എടുത്തിട്ടുള്ളൂ. നിങ്ങൾ കണ്ടു നോക്ക്.